ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ സുഖകരമായ വാർത്തകളല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുന്ന, പ്രത്യേകിച്ച് കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അത്ര സുഖകരമായ വാർത്തകളല്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ ബിസിനസ്സുകാരനായ വിജയകുമാറും ഭാര്യയും വളരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് ആ കേസിലെ പ്രതി അവിടെ ജോലി ചെയ്തിരുന്ന അസം സ്വദേശിയായ അമിത് ആണെന്ന് പറയുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ ന്യൂസ് ഒന്നും എടുത്ത് നോക്കുമ്പോൾ അറിയുന്നത് ഈ പ്രതിയെ മാളയ്ക്ക് സമീപത്തു നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. പക്ഷേ ചില ചോദ്യങ്ങൾ ഈ കാര്യത്തിൽ അവശേഷിക്കുന്നുണ്ട്. അതാണ് ഈ റിയാക്ഷൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അമിത് തന്നെയായിരിക്കാം പ്രതി, പക്ഷേ അമിത്തിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ ഈ കേസ്? പ്രത്യേകിച്ച് ഇവരുടെ മകൻ ദുരൂഹമായി കൊല്ലപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലെ CBI അന്വേഷണം കഴിഞ്ഞ മാസം ഇനീഷ്യേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ അന്വേഷണം ഈ പറയുന്ന അസം സ്വദേശിയിൽ മാത്രം ഒതുക്കി തീർക്കുന്നത് ശരിയാണോ? അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം. ഉമൈബാൻ തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അസം സ്വദേശിയായിട്ടുള്ള ഈ അമിത് ഒറാങ് ആണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. 100% അമിത് തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. അതിന് ഇത്തരത്തിലേക്ക് അമിത്തിലേക്ക് വിരൽ ചൂണ്ടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ശാസ്ത്രീയമായ തെളിവുകളും ഒപ്പം CCTV ദൃശ്യങ്ങളുമാണ്. ഈ കൊല നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ഈ വീടിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങളിൽ ഈ അമിത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുവഴി നടന്നു പോകുന്നതായിട്ടാണ് CCTV ദൃശ്യങ്ങളുള്ളത്. ഒപ്പം ഈ കൊല നടത്തിയതിനു ശേഷവും തിരിച്ചും ഈ അമിത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതും ആ ഭാഗത്ത് കൂടെ നടന്നു പോകുന്നതായിട്ടാണ് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങളുള്ളത്. ഒപ്പം കഴിഞ്ഞ 19-ാം തീയതി അമിത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം 2-3 ദിവസം താമസിച്ചു. തുടർന്ന് ഈ കൊല നടക്കുന്ന രാത്രിയിൽ അമിത് അവിടെ നിന്ന് ഇറങ്ങി ഈ കൊല നടത്തിയതിനു ശേഷം വീണ്ടും അതേ ലോഡ്ജിലേക്ക് മടങ്ങി. തുടർന്ന് തൻ്റെ വസ്ത്രം ഉൾപ്പെടെയുള്ളവ എടുത്ത് കോട്ടയത്ത് നിന്ന് ഇവിടുന്ന് കടന്നു കളഞ്ഞു എന്നാണ് പോലീസിന്റെ ഇപ്പോൾ ഒരു നിഗമനം എന്ന് പറയുന്നത്. അത് സംബന്ധിച്ച തെളിവുകളൊക്കെ തന്നെ പോലീസിന് ഇതിനോടൊക്കെ ലഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കൊല്ലാൻ ഉപയോഗിച്ച ആ മഴുവിൽ നിന്ന് പോലീസിന് ഇന്നലെ തന്നെ ചില വിരലടയാളമൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിരലടയാളം അമിത്തിൻ്റെതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാരണം ശാസ്ത്രീയമായ പരിശോധനയിലാണ് അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അമിത്തിനെ ഒരു മോഷണക്കേസിൽ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമിത്തിന്റെ വിരലടയാളം ഉൾപ്പെടെയുള്ള പോലീസിന്റെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ രണ്ടും തമ്മിൽ മാച്ച് ചെയ്യാൻ വളരെ എളുപ്പമായി. അങ്ങനെ അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഈ തിരുവാതിക്കൽ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അത് അമിത് ഒറാങ് എന്ന അസം സ്വദേശിയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതിൽ 3 പ്രധാന കാരണങ്ങൾ പറയുന്നത്. ഒന്ന്, ഇയാളുടെ ഫിംഗർ പ്രിന്റ്, ശാസ്ത്രീയമായ തെളിവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് അത് തന്നെയായിരിക്കും. കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്ന ആയുധം അവിടെ ഉണ്ടായിരുന്ന കോടാലിയാണ്. ആ കോടാലി അതിന്റെ കൈപ്പിടിയിലൊക്കെ ഇയാളുടെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ടാകും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവർ വാതിൽ തുറന്ന് അകത്ത് കയറാൻ ശ്രമിച്ചു, അതിനുവേണ്ടി ഒരു അമ്മിക്കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മിക്കല്ലിലും ഈ ഫിംഗർ പ്രിന്റ് ഉണ്ടാവണം. ഇതേ ഫിംഗർ പ്രിന്റ് തന്നെയായിരിക്കും ഉണ്ടാവേണ്ടത്. പിന്നെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഫിംഗർ പ്രിന്റിനും ഇയാളുടേതുണ്ട് എന്ന് ഇതിൽ വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളിൽ ഇവരുടെ വീട്ടിലുള്ള CCTVയുടെ ഹാർഡ് ഡിസ്ക് കൊല ചെയ്തയാൾ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. നമ്മളപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അസ്യൂം ചെയ്യാവുന്നത് അത് ഈ പറയുന്ന അമിത് ഒറാങ് ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ വീടിനകത്തുള്ളതും അല്ലെങ്കിൽ വീടിന് പുറത്തുള്ളതുമായ ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല. പക്ഷേ സമീപ പ്രദേശങ്ങളിലുള്ള CCTVയിൽ ഇയാൾ പതിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അടുത്തൊരു കാര്യം പറയുന്നത് ഇയാൾ ലോഡ്ജിൽ താമസിച്ചിരുന്നു എന്നുള്ള കാര്യം. ഇത് 3ഉം വെച്ചിട്ട് സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഒത്തു വന്നിരിക്കുന്ന സ്ഥിതിക്ക് അയാൾ എന്തായാലും പിടിയില്ല. മാത്രമല്ല ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇയാൾ യാത്ര ചെയ്യുന്നതോട് ബന്ധപ്പെട്ട് മറ്റൊരു തെളിവ് കൂടി ഇതിനു മുന്നേ സംസാരിച്ച ചില വാർത്തകൾ, അവിടെയുള്ള കൗൺസിലർ പറഞ്ഞിരുന്നൊരു കാര്യമാണ് അവർക്ക് ലഭിച്ച ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അമിത് ഒറാങ് ആണ് പ്രതി എന്ന കാര്യത്തിൽ കൺഫേം ചെയ്യുന്ന രീതിയിൽ പോയി ഇയാളെ പിടിച്ചിട്ടുണ്ട്. ഇനി പ്രതി കുറ്റം സമ്മതിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഇത്രയും ഒക്കെയാണ് സാഹചര്യമെങ്കിലും ചില സംശയങ്ങൾ ബാക്കി. ഇപ്പൊ നിങ്ങൾ വാർത്തയിലെ 3 സാഹചര്യങ്ങൾ കണ്ടു. ഇനി നമ്മൾക്ക് അവിടെയുള്ള ആ മെമ്പർ സംസാരിച്ച ചില കാര്യങ്ങൾ, അവിടെയുള്ള വാർഡ് കൗൺസിലർ സംസാരിച്ച കാര്യങ്ങൾ, ടിറ്റോ എന്ന വ്യക്തി പറഞ്ഞുള്ള ചില കാര്യങ്ങളും ഇപ്പൊ നടന്ന കാര്യങ്ങളും തമ്മിൽ നോക്കുമ്പോൾ ചില കോൺഫ്ലിക്റ്റുകൾ കാണുന്നുണ്ട്. അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഞങ്ങളുടെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമിത് എന്ന് പറഞ്ഞ ആസാം സ്വദേശി ഇവിടെ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഒരു മൊബൈൽ മോഷണ കേസിൽ നിന്ന് പിടിച്ചതിനെ കുറിച്ച് സംബന്ധിച്ച് പിരിച്ചുവിട്ടു കഴിഞ്ഞ് അദ്ദേഹം ഇവരുടെ വീട്ടിൻ്റെ ഗേറ്റ് ചാടിക്കടന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയും ഈ വിജയകുമാർ പോലീസിൽ അറിയിച്ച് പോലീസ് ഇദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി 5.5 മാസക്കാലം കോടതിയിൽ സബ് ജയിലിൽ ഇട്ടു. ഇതായിരിക്കാം പ്രതിയുടെ മോട്ടീവ് എന്നാണ് പറയുന്നത്. അതായത് ഇയാളെ ജയിലിലിട്ടൊരു കാര്യമുണ്ട്, മോഷണ കേസിൽ ജയിലിലിട്ട്, അതുപോലെ വീട്ടിൽ കയറി അയാൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു, ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ പോലീസിൽ പിടിപ്പിച്ചാക്കി വെച്ച് ഇയാൾ പ്രതികാര നടപടി എന്ന രീതിയിൽ ചെയ്ത കാര്യമായിട്ടാണ് പറയുന്നത്.
പിന്നെ മറ്റൊരു വാർത്തയിൽ അറിഞ്ഞ കാര്യം, ഇയാൾ ഈ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റുക മാത്രമല്ല, അതിലൂടെ ഏകദേശം 90,000 രൂപ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമം കൂടി നടത്തി എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇയാൾ പിടിക്കപ്പെട്ടതിൽ പ്രതികാരമാണ് ഇതിൽ വിഷയം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ അയാൾ അവിടെ വന്ന് ബഹളം വെച്ച് പോയി തീരാനുള്ള ഒരു സംഭവമേ അതിനകത്തുള്ളൂ. അത് ഇവരെ കൊല ചെയ്യാൻ മാത്രമുള്ളൊരു മോട്ടീവായിട്ട് അത്ര നമുക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളത് പറയുക. പക്ഷെ എനിക്ക് അത്രയും ഒരു കൺവിൻസിങ് ആയ ഒരു മോട്ടീവായിട്ട് തോന്നില്ല. പിന്നീട് പറയുന്ന ഒരു കാര്യം, ഇയാളിങ്ങനെ പോലീസിന്റെ പിടിയിലായതിനു ശേഷം ഇയാളുടെ ഭാര്യ ഇയാളെ വിട്ടിട്ട് പോയി. ഇതുകൂടി അയാളെ പ്രൊവോക്ക് ചെയ്തതിനു ശേഷമായിരിക്കും ഇയാൾ ചിലപ്പോൾ അതൊരു മോട്ടീവായിട്ട് ഇവരെ കൊല ചെയ്തതെന്ന്. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രതികാരത്തിന്റെ സാഹചര്യമുള്ളപ്പോൾ ആ പ്രതികാരത്തെ ആരെങ്കിലും മുതലെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു കാരണം, വളരെ ബുദ്ധിപരമായിട്ട് ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. ഒന്ന്, അവിടെയുള്ള പട്ടികളെ അവർക്ക് എന്തോ മരുന്ന് കൊടുത്തിട്ട് മയക്കി കിടത്തി. എന്ത് മരുന്നാന്നുള്ളത് ഇനി പട്ടികളെ പരിശോധന കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തിയാണോ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയാണോ മയക്കിയിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. പട്ടികൾ കുരച്ചിട്ടില്ല. അപ്പോൾ കുരച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന വ്യക്തിയോട് ജോലി ചെയ്തിട്ടുണ്ട്, അയാളെ പരിചയമുള്ള ഒരു വ്യക്തി ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ പട്ടി കുരക്കാതിരുന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പട്ടികൾ അവിടെ മയങ്ങി കിടക്കുന്നു. ആദ്യം അമ്മിക്കല്ല് കൊണ്ട് തകർക്കാനുള്ള ശ്രമം നടന്നെന്ന് പിന്നീട് കാണുന്നു. നമുക്ക് അതിലേക്ക് വരാം. ഇയാൾ ഇതിൻ്റെ അകത്തേക്ക് കടന്ന് ഇവരെ കൊല ചെയ്യുന്നു. ഈ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിപരമായി ചെയ്തൊരു വ്യക്തി ചില മണ്ടത്തരങ്ങൾ കാണിക്കുമോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഈ മെമ്പർ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ ഏപ്രിൽ 4-ാം തീയതിയാണ് ഇദ്ദേഹം പുറത്തുചാടിയത്. ആ പുറത്തുചാടിയത് വഴി ഇദ്ദേഹം ഇന്നലെ വൈകുന്നേരം 8 മണിക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായും ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ കൊലപാതകം നടന്ന വീടിൻ്റെ കതകിൻ്റെ വാതിക്കൽ നിന്ന് പോലീസിന് കിട്ടുകയും ചെയ്തു. ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് കാണുന്നത്. ഇത്രയും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യും, പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ ചില ആളുകൾ പറയും അത് ദൈവത്തിൻ്റെ അടയാളം എന്നൊക്കെ പറയും. ഒരു കുറ്റവാളി ചെയ്യുന്ന ബുദ്ധിപരമായ എത്ര ചെയ്താലും അയാൾ ചില മണ്ടത്തരം കാണിക്കും എന്ന് പറയും. ഇത്രയും വലിയ ബുദ്ധിയോട് ചിന്തിച്ച് ഹാർഡ് ഡിസ്കൊക്കെ അടിച്ചു മാറ്റാൻ ശ്രമിച്ച ആൾ ഒന്ന് ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ എങ്ങനെ ഉപേക്ഷിക്കും? ഒറ്റയടിക്ക് ഹറിബറി ഓടിപ്പോയതാണെന്നുണ്ടെങ്കിൽ ഈ ഹാർഡ് ഡിസ്ക് ഒന്നും എടുക്കാൻ അയാൾ നിൽക്കില്ല, അയാൾ പെട്ടെന്ന് ഓടിപ്പോണെന്ന് പറയാം. അതേസമയം ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ നിന്ന് വളരെ അദൃശ്യമായിട്ട് കിട്ടുന്നു. അതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നില്ല. മാത്രമല്ല ഇതൊക്കെ ആലോചിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായ തെളിവുകൾ നശിപ്പിക്കണമെന്ന ബുദ്ധി ഇയാൾക്കുണ്ടെങ്കിൽ, ഹാർഡ് ഡിസ്ക് ഒക്കെ എടുത്തു പോകണമെന്നുള്ള ബുദ്ധി ഇയാൾക്കുണ്ടെങ്കിൽ ഇയാൾ തീർച്ചയായിട്ടും ഈ വിരലടയാളം പതിയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും, അല്ലേ? ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിരലടയാളം പതിയില്ല, അത് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അങ്ങനെ സാഹചര്യം ഇരിക്കെ ഒരു സൈഡിൽ ബുദ്ധിപൂർവ്വം ചെയ്ത കാര്യങ്ങൾ മറ്റേ സൈഡിൽ ആനമണ്ടത്തരം ചെയ്തു വെക്കുന്നു. അപ്പോ ഈ പ്രതികാരം എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുകയും ഇയാളിലേക്ക് അന്വേഷണം പോവുകയും ഇയാളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ഇട്ടുകൊടുക്കുകയും ചെയ്തതായിട്ടാണ്. അല്ലാതെ ഇയാൾ തനിയെ ഇത്രയും കാര്യം ചെയ്യണമെന്ന് തോന്നുന്നില്ല. അയാൾക്ക് തനിയെ ചെയ്യാൻ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ടും മണ്ടത്തരങ്ങൾ കാണിക്കില്ല. ഫിംഗർ പ്രിന്റും റെയിൽവേ ടിക്കറ്റിന്റെ കാര്യത്തിലുള്ള മണ്ടത്തരം കാണിക്കില്ല. അതല്ല, അയാൾ ബുദ്ധിയില്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും ഈ പട്ടി ഉറക്കി കിടത്തുന്നതും അതേപോലെ തന്നെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോകുന്നതുമായിട്ടുള്ള ബുദ്ധിപരമായ കാര്യങ്ങളും ചെയ്യില്ല. അപ്പൊ ഇത് രണ്ടും ഇവിടെ കോൺട്രഡിക്റ്റിംഗ് ആയ കാര്യങ്ങളാണ്. ഇനി ബാക്കി പറയുന്നത് കേട്ട് നോക്കാം. ഈ മുറി കുത്തി തുറന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള രീതിയിലല്ല. ഈ നമ്മുടെ ഈ കൈകൊണ്ട് തിരിക്കുന്ന ട്രില്ലർ, ആ ട്രില്ലർ കൊണ്ട് ഈ ജനലിൻ്റെ സൈഡ് കിഴിച്ചിട്ട് അവിടുന്ന് കൈയിട്ടാണ് കതക് തുറന്നിരിക്കുന്നത്. അല്ലാതെ ഫ്രണ്ട് കതകിന് വേറെ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. ആദ്യം ഇദ്ദേഹം ഈ നമ്മുടെ അമ്മിക്കല്ല് എടുത്ത് വന്നു, അമ്മിക്കല്ല് അതേപടി വാതിക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെന്നേ, അമ്മിക്കൽ എടുത്തിട്ട് വന്നിട്ട് അമ്മിക്കൽ വാതിക്കൽ വെച്ചിട്ട് പോവുക. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുക? പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഇട്ട് പോയി, അമ്മിക്കൽ വാതിക്കലിട്ടിട്ട് പോയി. അതേസമയം ഹാർഡ് ഡിസ്ക് ഒക്കെ മാറ്റി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു, പട്ടിയെ ബോധം കെടുത്തുകയും അവിടെ കിടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇയാൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം ഇത്ര പരിചിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഉള്ള ആൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം ഇയാൾ മണ്ടനാണെന്ന് കാണിക്കുന്നതും കൂടിയാണ് ഈ അമ്മിക്കൽ കൊണ്ടുവന്ന് നോക്കുന്നത്. ഇപ്പോൾ ട്രില്ലർ വെച്ച് തുളച്ചകത്ത് കടന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ട്രില്ലർ വെച്ച് തുളയുണ്ടാക്കി അതിനുശേഷം ഡോറ് തുറന്ന് അകത്ത് കടന്നു പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായാലും ശബ്ദമുണ്ടാവും, അല്ലെ? ശബ്ദമുണ്ടെങ്കിൽ ഈ വീട്ടുകാർ കേൾക്കാതിരിക്കില്ല. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു
ഈസി അറ്റാക്ക് ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവരും പ്രിപ്പയർഡ് ആയിരിക്കും. അത് ഞാൻ വിചാരിച്ചത് വലിയ വീടാണല്ലോ, അപ്പൊ ചിലപ്പോൾ ഈ വീട് ഡോറിന്റെ തൊട്ടടുത്തുള്ള എങ്ങും ആയിരിക്കില്ല ഇവരുള്ളത്. ഇയാൾ അകത്ത് കയറിയ ശേഷം ഇവർ ബെഡ്റൂമിൽ കയറി കൊന്നുന്നുണ്ട്. പക്ഷേ ഈ കൗൺസിലർ പറയുന്ന മറ്റൊരു കാര്യം, ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാം നില തന്നെ അവരുടെ ബെഡ്റൂമിലാണ് അവർ വൈഫ് കിടന്നത്. ഈ വിജയകുമാർ കിടന്നത് ഈ വിസിറ്റേഴ്സ് റൂമിൽ, അതായത് നമ്മൾ ഈ കതക് തുറക്കുന്നതിൻ്റെ നേരെ കാണുന്ന അവിടെ ആ നിലത്ത്. കതക് തുറക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഇയാൾ കിടന്നിരുന്നെന്ന് പറയുമ്പോൾ ഇയാൾ മിക്കവാറും ആ റൂമിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ വാതിൽ തുറക്കുന്ന സാഹചര്യങ്ങളൊക്കെ, അതും വാതിൽ തൊട്ടടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ വാതിൽ തുറന്നുടൻ തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ മറ്റാളും കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും. ഇപ്പോൾ അയാൾ അത്യാവശ്യം ആരോഗ്യ നിലയുള്ള ആളാണ്. ഞാനിപ്പോൾ ഇയാളുടെ ഫോട്ടോസ് കാണുമ്പോൾ, ഈ കൊലപാതകം ചെയ്ത അമിത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ അയാൾ ഒരു അത്ര വലിയ ആരോഗ്യമുള്ള ആളായിട്ട് കണ്ടിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഇയാൾക്ക് ഒറ്റക്ക് ഒരാളെ കീഴ്പ്പെടുത്താൻ പറ്റുമോ? ഇവിടെ മുതലാണ് എനിക്ക് പല സംശയങ്ങളും തോന്നുന്നത്. ഇതിന് കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ കൂടെയുണ്ടായ ആളുകൾ ഈ പ്രതികാരത്തെ മുതലെടുത്തവരാണോ? അവര് മകന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഈ അവരെ സംബന്ധിച്ച് ഇയാൾ ഇത്തരം സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രതികാരം തന്നെക്കപ്പുറം ഈ കേസ് ഇപ്പോൾ CBI കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. അതിലേക്ക് കൂടുതൽ കാര്യം എത്തുന്നതിന് മുമ്പ് ഇവരെ തീർത്തളയാനുള്ള സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഒരു ബിസിനസ് റൈവലറി ആയിരിക്കാം. ഇപ്പൊ മകന്റെ മരണം ആദ്യം ഇതുപോലെ കൊലപാതകമല്ല, ആത്മഹത്യയാണെന്നാണ് പോലീസ് കൺക്ലൂഡ് ചെയ്തത്, ക്രൈംബ്രാഞ്ചും കൺക്ലൂഡ് ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ പിന്നീട് ഈ കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യമായിട്ട് വന്ന സമയത്ത് ഉന്നയിച്ചൊരു കാര്യം, അത് ഹൈക്കോടതി കൃത്യമായിട്ട് എടുത്തു പറയുകയും ചെയ്തു. ഇയാൾ വളരെ ആഴത്തിൽ മുറിവേറ്റൊരു വ്യക്തിയായിരുന്നു. ഇയാളിരുന്ന ഈ കാറില് ജസ്റ്റ് ചോരക്കറയുടെ പാടല്ല ഉണ്ടായിരുന്നത്, ചോര തളം കെട്ടി കിടന്നിരുന്ന സാഹചര്യമുണ്ട്. വളരെയധികം രീതിയിൽ ചോര ഒഴുകിപ്പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വലിയ മുറിവും ഇത്രയും ചോരയും പോയിട്ടൊരാൾ, ഇത്ര രക്തം ഇയാൾക്ക് നഷ്ടപ്പെട്ട വ്യക്തി 204 മീറ്ററോളം ദൂരം നടന്നു ചെന്ന് റെയിൽവേ പാളത്തിന്റെ അടുത്ത് വരും ചെന്ന് അവിടെ വീണ് മരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. അത്രയും ദൂരം നടക്കാനുള്ള ഒരു സാഹചര്യം ഇയാൾക്കില്ല. മാത്രമല്ല, ഇയാൾ അന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണം എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണമോ എന്ന് പറഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുമെന്ന് ചോദിക്കാനുള്ള ഒരു സൈക്കോളജിക്കലി അത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. അപ്പൊ അതിനിടയിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഇനി ആത്മഹത്യയാണെങ്കിൽ തന്നെ അയാൾ അതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള ഒരു മരണം സംഭവിച്ചു. അതിനുവേണ്ടി നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്ത ആളാണ് ഈ പറയുന്ന വിജയകുമാർ. മകന് നീതി ലഭിക്കുന്നതിന് വേണ്ടി വളരെയധികം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയത്തുള്ള മാധ്യമപ്രവർത്തകരോടൊക്കെ വളരെയധികം സംസാരിച്ചുവെന്ന് ഈ ശ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മീഡിയയിലൊക്കെ വളരെ സജീവമാണ്, സോഷ്യൽ മീഡിയയിൽ. നേരത്തെ ഇന്ത്യ വിഷൻ ഉണ്ടായ വ്യക്തിയാണ്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയുന്ന ഒരു ആൾ കൂടിയാണ്. അപ്പം അയാൾ പറയുന്നത് ഇവരെല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? അതിനുവേണ്ടി ഈ പറയുന്ന അമിത്തിന് പ്രതികാരമുണ്ട്. ആ പ്രതികാരം മോട്ടീവായി എടുത്തിട്ട് ഇയാളെ പ്രതിയാക്കി ഇയാളിലേക്ക് മാത്രം ഒതുക്കി തീർക്കാവുന്ന രീതിയിൽ കേസ് വരുത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് ഇതിനകത്തുണ്ട്. ഡോഗ് സ്ക്വാഡ് വന്നിട്ടും ഡോഗ് 2 പ്രാവശ്യം വീടിന് ചുറ്റും കറങ്ങിയിട്ടുണ്ട്. അപ്പം പ്രതി മിക്കവാറും ഇതിലൂടെ കയറാൻ പറ്റുമെന്ന് അന്വേഷിച്ച് വീടിന് ചുറ്റും നടന്നാകാം എന്നുള്ള നിഗമനത്തിലാക്കിയാണ് എത്തിയിരിക്കുന്നത്. ഇതും ഒരു സംശയമാണ്. കാരണം ഇയാൾ അവിടെ ഒരു അപരിചിതനായ വ്യക്തിയല്ലേ, ഇയാൾക്ക് വ്യക്തമായിട്ട് ആ വീടിനെ കുറിച്ച് ധാരണയുണ്ട്. അവിടെ ജോലി ചെയ്ത ആൾ, അയാളുടെ ഭാര്യയും അവിടെ ജോലി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ വീടിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആൾ ഈ ചുറ്റിക്കറങ്ങി നടന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. കാരണം ഇയാൾ ബുദ്ധിപരമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇയാൾക്ക് അറിയാമായിരിക്കണം ഏത് വഴിയാണ് കയറേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്ന്. മാത്രമല്ല, ഈ ചുറ്റിക്കറങ്ങിയ ശേഷം അയാൾ വളരെ ബുദ്ധിപരമായിട്ട് ഡോറൊന്നും തല്ലിപ്പൊളിക്കാതെ അകത്ത് കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചുറ്റി നടന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന അമിത് മാത്രമല്ല, കൂടെയുള്ള ആരെങ്കിലും ആണോ? അവരെ ഈ ദൃശ്യങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടിയാണോ ഈ CCTVയുടെ ഹാർഡ് ഡിസ്ക് അവിടുന്ന് മാറ്റിയിട്ടുള്ളത്? പോലീസുകാരുടെ സംസാരത്തിൽ നിന്നും അമിത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ടെന്ന് തന്നെയാണ് അത്. പക്ഷേ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. കാര്യം കേസിൻ്റെ ഭാഗത്തിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇത് വളരെയധികം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കുറച്ചു മുന്നേ കേട്ട വാർത്തയിൽ പറഞ്ഞിരുന്നു ഇയാളുടെ ഫിംഗർ പ്രിന്റ് നേരത്തെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിംഗർ പ്രിന്റും കോടതിയിൽ കണ്ട ഫിംഗർ പ്രിന്റ്, വീടിനകത്ത് ചില ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റൊക്കെ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് ഇയാളുടേതാണെന്ന് കണ്ടെത്തി എന്ന് പറയുന്നു. അതേസമയം പ്രതി ഇവിടം വിട്ടുപോയി എന്നാണ് പറയുന്നത്. അവിടെ കിട്ടിയിട്ടില്ലെന്നാണ് ആ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു പ്രതി അൺഒഫീഷ്യലി പോലീസിന്റെ കസ്റ്റഡിയിലാണ്, പക്ഷെ അവരത് വിട്ടു പറയുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ശ്യാമർ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു പോസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുകയാണ്. ഇയാളെ തന്നെ പ്രതിയാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഫിംഗർ പ്രിന്റ്, ഞാൻ വെറുതെ തമാശയ്ക്ക് പറയല്ല, ആർഷ്യാമിന്റെ ഇന്റർവ്യൂ ഈ പറയുന്ന വാർത്ത വരുന്നതിന് മുമ്പ് കിടക്കുന്ന ഇന്റർവ്യൂ ആണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോടാലിയിലും അമ്മിക്കല്ലിലും വീടിനകത്തൊക്കെ ഇയാളുടെ ഫിംഗർ പ്രിന്റ് കൊണ്ടേ വെച്ചിട്ട് ഇയാളെ പ്രതിയാക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത്. അങ്ങനെ ഒരു സാധ്യത
ഇയാൾ അൺഒഫീഷ്യൽ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇയാൾ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇയാൾ യൂസ് ചെയ്ത വ്യക്തികൾ ഇയാളെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള വഴി ഉണ്ടാക്കി വെച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ പറയുന്നത് പോലെ അൺഒഫീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ആള് അയാൾ പക്ഷേ കസ്റ്റഡിയിലല്ല എന്ന് പറയുന്നു. പഴയ ഫിംഗർ പ്രിന്റാണ് മാച്ച് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ മാളയിൽ വെച്ച് പിടിച്ചെന്ന് പറയുന്നു. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമാറ്റിക് ആയിട്ട് വിചാരിക്കാം. അൺഒഫീഷ്യൽ കസ്റ്റഡിയിലിരുന്ന ആള് ഇവർക്ക് വേണ്ട തെളിവുകളൊക്കെ എസ്കത്തിയൊക്കെ ഉണ്ടാക്കിയ ചരിത്രം നമുക്കറിയാമല്ലോ. അപ്പൊ ആ രീതിയിൽ തെളിവ് ശേഖരിച്ചതിന് ശേഷം ഇനി നീ പോയിക്കോടാന്ന് പറഞ്ഞ് ഇയാൾ ചിലപ്പോൾ നിന്നെ പേടിക്കണം, നീ ട്രെയിൻ കയറി പോയിക്കോ എന്ന് പറയുന്നു. ഇയാൾ ട്രെയിൻ കയറി പോകുന്നു. ഇവര് തന്നെ പ്ലാൻ ചെയ്ത് ഇയാളെ പിടിക്കുന്നു. ഇതൊക്കെ ഒന്നും അസാധ്യമായ അല്ലെങ്കിൽ അസംഭവ്യമായ കാര്യങ്ങളൊന്നുമല്ല. ചിലപ്പോൾ ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നതായിരിക്കും ഈ കാര്യത്തിൽ. എന്നിരുന്നാലും ഇത് അസംഭവ്യമൊന്നും അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വഴിക്ക് ഇയാളെ കുടുക്കി ഈ കേസ് ഇവിടെ തന്നെ തീർന്ന് ഇനി കൂടുതൽ അന്വേഷണത്തിന് പോകണ്ട, ഇനി കൂടുതൽ തലവേദന ഉണ്ടാകും. പോലീസ് മറ്റേ കേസ് തന്നെ ആത്മഹത്യയാണെന്ന രീതിയിലാണ് അന്വേഷിച്ച് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതും അതായിട്ട് ഇനി മിക്സ് ചെയ്യേണ്ട എന്ന രീതിയിലേക്ക് ഇത് പോകുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഇവിടെ വരുന്നുണ്ട്. മോഷണ ശ്രമം ഒന്നും നടന്നിട്ടില്ല. ശരീരത്തിലിട്ടിരിക്കുന്ന സ്വർണ്ണമാലകളും വളയും എല്ലാം അവിടെ അതേപടി കിടപ്പുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പം പറ്റില്ല. അപ്പം മോഷണ ശ്രമം അല്ല പ്രതിയുടെ ഉദ്ദേശം. പ്രതിയുടെ ഉദ്ദേശം കൊലപാതകം തന്നെയാണെന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഇവിടെ ഒരു സൈക്കോളജിക്കലി വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രിമിനൽ സൈക്കോളജി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന അമിത്തിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇയാളുടെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി മോഷണമാണ്. ഫോൺ മോഷ്ടിച്ചു, അതേപോലെ തന്നെ അതിൽ സാമ്പത്തിക ഇടപാട് നടത്താനുള്ള ശ്രമം നടത്തി. അങ്ങനെയുള്ള ആള് ഈ CCTV മാറ്റാനുള്ള ശ്രമം നടത്തുന്നതും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഈ കൂട്ടത്തിൽ കിട്ടാവുന്ന സ്വർണം അതുപോലുള്ള കാര്യങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നു. അത് ഇവര് ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ടാണ് കിടത്തിരെന്ന് പറയുന്നത്. പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞായിട്ട് മനസ്സിലാക്കുന്നത് കോട്ടയം ജില്ല കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇയാൾ ഇത് മാത്രം നടത്തി അവിടുന്ന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇയാളുടെ ഒരു ഹിസ്റ്ററി വെച്ച് അല്ലെങ്കിൽ ഇയാളുടെ ഒരു ക്രിമിനൽ സൈക്കോളജി വെച്ച് ഇയാൾ പോകുന്ന നോക്കിയാൽ അവിടെയുള്ള സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകേണ്ടതാണ്. അതൊന്നും എടുക്കാതെ ഹാർഡ് ഡിസ്ക് മാത്രം എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അതും ഈ ഒരു സംഭവം മാത്രം ചെയ്യിക്കാൻ വേണ്ടി അയാൾ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു സംശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് ഇയാൾ തനിച്ചാണ് ചെയ്തിരുന്നതെങ്കിൽ ഈ മണ്ടത്തരം കാണിക്കുന്ന കൂട്ടത്തിൽ, അതായത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഇടുക, ഫിംഗർ പ്രിന്റ് വരുത്തുക, അമ്മിക്കല് ഫ്രണ്ടിന് ഉപയോഗിച്ചിട്ട് പോവുക, ഈ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇയാൾ ഈ ആഭരണം അടിച്ചു മാറ്റുന്ന മണ്ടത്തരം കൂടി ചെയ്തേനെ. പക്ഷെ അത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൽ പകുതി ബുദ്ധി ഉപയോഗിച്ച് ചില ആളുകൾ കളിച്ചു, പകുതി ഇയാളുടെ ബുദ്ധിയില്ലായ്മ. അത് വെച്ചാൽ ബുദ്ധിയില്ലായ്മ മനഃപൂർവ്വം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനഃപൂർവ്വം ഉപയോഗിച്ചിട്ട് ഈ കേസിനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം ഇതിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതെനിക്ക് കൂടുതൽ ശക്തമായിട്ട് തോന്നിയത് ഈ മെമ്പർ പറഞ്ഞ ഈ കാര്യം കൂടി കേട്ടിട്ടാണ്. ഈ ഗൗതമൻ്റെ മരണം 7 വർഷം മുമ്പ് സംഭവിച്ചതാണ്. അത് അവരുടെ ഗൗതമൻ്റെ വീട്ടുകാരും പറയുന്നത്, നാട്ടുകാരും പറയുന്നത് കൊലപാതകം തന്നെയാണെന്ന്. പക്ഷേ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തി അത് ആത്മഹത്യയാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി അത് ആത്മഹത്യയാണെന്ന് പറയുന്നു. അവസാനമാണ് ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയാണ് CBI അന്വേഷണത്തിന് ഏൽപ്പിച്ചത്. പക്ഷേങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് വിജയകുമാർ നേരിട്ടുള്ള ഇടപാടിലായിരുന്നു. അങ്ങനെ ഒരു വൈരാഗ്യം വിജയകുമാറിനോട് സംഭവിക്കാം എന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേങ്കിൽ ഇത്രയും നാളായി, അത് കഴിഞ്ഞിനിപ്പോൾ ഈ CBIയുടെ അന്വേഷണം ഏകദേശം തീരാറായി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അങ്ങനെ വന്നെന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവം അതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു വകുപ്പില്ല. ഈ ആസാം സ്വദേശി എന്ന് പറയുന്ന ആൾ നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകളെ പോലെയല്ല, അതിഥി തൊഴിലാളികൾ. അവർ കൊടും ക്രിമിനൽസിനെ പോലെ പെരുമാറുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. ഇതാണ് ആ പൊതുബോധം എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല അതിഥി തൊഴിലാളികൾ എല്ലാവരും, പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ക്രൂരമായ മനസ്സുള്ളവരാണ്. അതേസമയം ഇവരെല്ലാവരും നല്ലവരാണെന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു വാർഡ് കൗൺസിലർ കൂടിയ ഒരു വ്യക്തി പറയുന്നു, ജനറലൈസേഷനാണ്, നമുക്കെല്ലാവർക്കും അറിയാം ഈ അസാം പോലുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന അതിഥി തൊഴിലാളികൾ ക്രൂരമായ മനസ്സുള്ളവരാണ്. അതോടൊപ്പം തന്നെ അയാൾ ഗൗതം എന്ന് പറയുന്ന വിഷയത്തിൽ ഇതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല, ഇത് മാത്രമാണ് ഇതിലെ വിഷയം എന്ന രീതിയിലേക്ക് ആ വാർഡിലെ കൗൺസിലർ, അത് മാത്രമേ ഇയാൾ പറയുന്നത്, എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നാണ് പറയുന്നത് ഈ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് പോലും ഒരു ബോധം സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിഥി തൊഴിലാളികളൊക്കെ ക്രൂരന്മാരാണെന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ, പൊതുബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം ഇതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിക്കുന്നത് ഈ കേസ് അമിത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. ഇതിന് ബാക്ക് ട്രേസ് ഉണ്ടോ,
ഗൗതമിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതിൽ ഉൾപ്പെട്ടവർക്ക് ഇതിലെന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത്, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതി കാണുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.